ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കേരളവാണി ഒരുക്കുന്ന തപസ്സുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ആത്മീയതയുടെ പൂക്കാലമാണ് തപസ്സുകാലം. ഈ തപസ്സുകാലത്ത് ലോകരക്ഷകനായ യേശുവിൻ്റെ പീഡാസഹനവും മരണവും നടന്ന കാൽവരി എന്ന പുണ്യസ്ഥലത്തേക്ക് ഒരല്പനേരം നമുക്ക് സഞ്ചരിക്കാം. ജെറുസലേമിൻ്റെ മതിലുകൾക്ക് പുറത്തുള്ള സ്ഥലമാണ് കാൽവരി. ലാറ്റിൻ പദം കാൽവരി എന്നും ഹീബ്രുവിൽ ഗോഗുൽത്ത എന്നാണ് അറിയപ്പെടുന്നത്. തലയോടിടം എന്നാണ് ഈ അറമായ പദത്തിൻ്റെ അർത്ഥം. കാൽവരിയെ ഒരു പാറയായും ഒരു മലയായും വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും ബൈബിളിൽ ഒരു സ്ഥലം എന്നു മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങളിലും ഗോഗുൽത്തായെക്കുറിച്ച് പരാമർശമുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 33-ാം വാക്യം ഇങ്ങനെ പ്രതിപാദിക്കുന്നു: തലയോടിടം എന്നർത്ഥമുള്ള ഗോഗുൽത്തായിലെത്തിയപ്പോൾ അവർ അവന് കയ്പ് കലർത്തിയ വീഞ്ഞ് കുടിക്കാൻ കൊടുത്തു. രുചിച്ചു നോക്കിയെങ്കിലും കുടിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 22-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: തലയോടിടം എന്നർത്ഥമുള്ള ഗോഗുൽത്തായിൽ അവർ അവനെ കൊണ്ടുചെന്നു. മീറ കലർത്തിയ വീഞ്ഞ് അവർ കൊടുത്തു. അവനത് കുടിച്ചില്ല. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 13-ാം വാക്യം: തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു. അവിടെ അവർ അവനെ കുരിശിൽ തറച്ചു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 17-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൻ സ്വയം കുരിശ് ചുമന്നുകൊണ്ട് തലയോടിടം, ഹെബ്രായ ഭാഷയിൽ ഗോഗുൽത്ത എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെ ക്രൂശിച്ചു. എന്തുകൊണ്ടാണ് ഈ സ്ഥലത്തിന് തലയോടിടം എന്ന പേരുണ്ടായി എന്നതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. ഒരൽപ്പം ഉയർന്നതായ ഒരു ഭൂപ്രദേശത്തിൻ്റെ ആകൃതി തലയോട്ടിയോട് സാദൃശ്യമുള്ളതിനാൽ ഈ പേര് വന്നതെന്ന് വിശ്വസിക്കുന്നു. കുറ്റവാളികളുടെ വധശിക്ഷ നടത്താനുള്ള പൊതുസ്ഥലമായതിനാൽ ശിക്ഷ നടപ്പാക്കിയ ശേഷം ഉപേക്ഷിക്കപ്പെടുന്ന മൃതശരീരങ്ങളുടെയും തലയോടുകളും അസ്ഥികളും ചിതറിക്കിടക്കുന്നതിനാണ് ഈ പേര് വന്നത് എന്നാണ് അഭിപ്രായം. ശാസ്ത്രീയമായ പല വിശേഷണങ്ങളും ഗോഗുൽത്ത എന്ന സ്ഥലത്തെക്കുറിച്ച് പ്രതിപാദനമുണ്ടെങ്കിലും ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകരക്ഷകനായ ക്രിസ്തു നമ്മെ വീണ്ടെടുക്കാൻ ക്രൂശിക്കപ്പെട്ട് സ്വയം യാഗമായ പുണ്യസ്ഥലമാണ് കാൽവരി. വീണ്ടും ഒരു തപസ്സുകാലം നാം ആചരിക്കുമ്പോൾ കാൽവരി മലയിൽ ലോകരക്ഷയ്ക്കായി സ്വയം സമർപ്പിച്ച് നമുക്ക് നിത്യജീവൻ നൽകിയ യേശുനാഥനെ കൂടുതൽ സ്നേഹിക്കാം. അവിടുത്തെ കൃപകളും കാരുണ്യവും അനുദിനം സ്വീകരിച്ച് വിശുദ്ധിയിൽ ജീവിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിലും കാൽവരിയാകുന്ന യാഗസ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. ജീവിതത്തിലെ തകർച്ചകളുടെ നിമിഷങ്ങളിലും രോഗങ്ങളും ദുരിതങ്ങളും നമ്മെ വേട്ടയാടുമ്പോൾ ദൈവത്തിൽ ശരണപ്പെട്ട് നമ്മുടെ അനുദിന കുരിശു വഹിച്ച് കാൽവരിയിൽ യേശു സമർപ്പിച്ച പരിശുദ്ധ ദിവ്യബലിക്കൊപ്പം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും സമർപ്പിച്ച് ക്രിസ്തുനാഥനൊപ്പം അവിടുത്തെ ഉയർപ്പിലും നമുക്ക് പങ്കുകാരാകാം.